ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നാരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്നും ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രഹസ്യരേഖകൾ അടക്കം പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വിമർശിച്ചു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനുമാണ് തീരുമാനം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. ശംഖു എന്ന കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ സസ്പെൻഡ് ചെയ്തു എന്ന വ്യാജ വാർത്ത സമൂഹമാധ്യമത്തിൽ കൂടി പ്രചരിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന DGPക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം. ഇത് തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമായ വാർത്തയാണെന്ന് പരാതിയിൽ പറയുന്നു. കുട്ടിയെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു എന്ന തരത്തിലും പ്രചാരണം നടക്കുന്നതായി പരാതിയിൽ പറയുന്നു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനംമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 70ാമത് സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ 23 ഇനങ്ങളിലായി 500ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 368 പേരാണ് അറസ്റ്റിലായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.